ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണം ക്ലോത്തായിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു അലിഗേറ്റർ സ്ലൈഡും പിന്നെ ഇതുപോലത്തെ ഒരു മുത്തും പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോൺ ലേസും ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്ലോത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലും കൊണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ചതുരത്തിലുള്ള കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ അരിക് കർവ് സൈസ് ഉള്ളതാണ് കിട്ടിയത്. അതിപ്പോൾ ചതുരായാലും എങ്ങനത്തെ ആയിരുന്നാലും കുഴപ്പമില്ല. വീതി ഒരു 10 സെൻറ്റിമീറ്ററോ എന്തായാലും ഒരു വെർട്ടിക്കൽ സൈസിലുള്ള ഒരു കഷ്ണം ക്ലോത്ത് ആയിരിക്കണം. അല്ലാതെ അതിന് പ്രത്യേകിച്ച് നീളം വീതിയൊന്നുമില്ല. നമുക്കത് മടക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ചെറിയൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ നമുക്കത്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണക്കാക്കി ഒന്ന് തുന്നി കൊടുക്കാം. അതിനുശേഷം സെൻറ്റർ നന്നായിട്ട് വലിച്ച് മുറുക്കി ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ഈ ക്ലോത്ത് നമുക്ക് എത്ര അളവിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പിന് വേണ്ടി പാകത്തിനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബാക്ക് ക്ലിപ്പായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടിയും അളവിൽ ക്ലോത്തൊക്കെ എടുത്ത് വലിയ സൈസ് ബട്ടർഫ്ലൈയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വിരലൊക്കെ വെച്ച് വിരുത്തി കൊടുത്ത് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മറ്റേ പീസ് എടുക്കാം. അതിപ്പോൾ ഒരു ചതുരത്തിലുള്ള ഇതുപോലെ ത്രികോണത്തിലുള്ള പീസായാലും കുഴപ്പമില്ല. മോൾഭാഗം വെട്ടണം എന്നൊന്നുമില്ല. ഇത് നമുക്ക് താഴത്തേക്ക് എത്രത്തോളം നീണ്ടെടുക്കണം അതിനനുസരിച്ചുള്ള ക്ലോത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഒരു സ്ലൈഡിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം ക്ലോത്ത് എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര വലിയ ബട്ടർഫ്ലൈ ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇത് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ എടുക്കാം. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. ഇതും നമുക്കിതുപോലെ തന്നെ സെൻറ്റർ ഒന്ന് തുന്നി കൊടുത്ത് നടുക്കൊന്ന് കെട്ടി കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. അപ്പോൾ ഇതതിൻ്റെ വാൽഭാഗമായിട്ട് വരും കേട്ടോ. അതും നന്നായിട്ടൊന്ന് വിടുത്തി നല്ല ഷേപ്പൊക്കെ ഒന്ന് ആക്കി നമുക്ക് കൊടുക്കാം. താഴത്തേക്കൊന്ന് വലിച്ചു കൊടുത്തതിനാൽ ഇതുപോലെ പോരും. ഇനി ഇത് രണ്ടും കൂടി ഇതുപോലെ വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യണം. ഒന്നുകിൽ നമുക്കിത് ഇതുപോലെ വെച്ച് തുന്നി കൊടുക്കാം. ഇനി നമുക്കിതിന് രണ്ടും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വേണം. ഒരു ചെറിയൊരു കഷ്ണം ചെറിയൊരു പീസ് മതി. ഇതുപോലെ അതൊരു 5 സെൻറ്റിമീറ്റർ നീളത്തിലും 2 സെൻറ്റിമീറ്റർ വീതിയിലും ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അത് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന ക്ലോത്തും പിന്നെ ഈ ലേസ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ഒരു ഭാഗം കയറിയും ഒരു ഭാഗം ഇറങ്ങിയും കിടക്കാൻ പാകത്തിനാണ് ഞാൻ ലേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലേസിൻ്റെ നീളം പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്ററൊക്കെ എടുക്കാം. 20 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ഒരു സൈഡ് ഒരു 15-16 സെൻറ്റിമീറ്ററും ഒരു സൈഡ് നമ്മൾ ലേസ് എടുക്കുമ്പോൾ ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങിയും ഇരിക്കാൻ പാകത്തിന് നമ്മൾ ലേസ് എടുക്കുക. അതാണ് ഭംഗി. ഒപ്പത്തിനൊപ്പം കിടക്കണ്ട. പിന്നെ ഒരുപാട് നീളത്തിലൊന്നും ലേസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് ഈ നടുക്ക് ഈ തുണിയും കൂടി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചാട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് B7ൻ്റെയും B7000 ഗ്ലൂ വെച്ചാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. ഇത് ഒട്ടിച്ച് ഇതിന് നടുക്ക് സ്റ്റോണും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഓർഗൻസ തുണി അതുകൊണ്ട് പിടിച്ചിട്ട് കിട്ടണില്ല. നമ്മൾ വിരൽ വിടുമ്പോൾ തന്നെ അത് വിട്ടു പോവുകയാണ്. ഞാൻ അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഗൗൺ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗൗണിന് മാച്ച് ചെയ്താട്ടോ ഞാൻ ഈ ക്ലിപ്പും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ക്ലിപ്പും ബുഷും എല്ലാം ഉണ്ടാക്കാം. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്ലൈഡിൻ്റെ രൂപം. ഇതുപോലെ നമുക്ക് ഏത് ഡ്രസ്സിനും നമുക്ക് തന്നെ സ്വന്തം നമുക്ക് സ്ലൈഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി കാശ് കൊടുത്തൊന്നും സ്ലൈഡൊന്നും മേടിച്ച് കാശ് കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്ത് നമ്മുടെ സ്ലൈഡ് മേടിക്കും ദൂരം പൈസ നമ്മൾ കളയാൻ. എന്താകുമ്പോൾ നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലൊക്കെ നമുക്ക് സ്ലൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്